അതാ അങ്ങോട്ടേക്ക് നോക്കൂ. മുമ്പ് തിരികെ അതുപോലെ വെക്കണ്ടേ? ചേച്ചി വാ. ആ നാക്കളെ റേഡിയോരാ. എനിക്കിത് കുത്താനൊന്നും അറിയില്ല. മുത്തൂസേ, മനമിരിക്കുന്ന കണ്ടില്ലേ? അർജുൻ കണ്ടുപിടിക്കില്ലേ? പുറത്ത് കൊണ്ടുപോയി ഉണക്കാൻ വെക്കും. ശരി. അതാ ഓള് ചിരിക്കുന്നതാ. എന്തോ എന്റെ അമൃത പാവം ഓളെന്തോ ഇടങ്ങാറിലാക്കാൻ വേണ്ടിട്ടായി ചിരിക്കുന്നെ. എന്തൊരു പഹയത്തി ആ മക്കളെ ഇത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒത്തുകിട്ടിയ അവസരം ഇത്. ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തീർക്കണേ എന്റെ ദൈവമേ. കൊതിയാർക്കൊക്കെ കാണിക്കുകയും ചെയ്തിട്ട് ദൈവത്തിനെ വിളിക്കുന്നില്ല. എന്നോടെല്ലാം പേടിച്ചോൻ ചോദിക്കും മോളെ. എന്റെ പാവ അമൃതനെ ഇടങ്ങാറക്കിയത് ഈ കണ്ടു എന്നോട് പേടിച്ചോൻ ചോദിക്കുന്നില്ലേന്ന്. കുത്തിയിരുന്നാണല്ലോ, ഇത് എവിടെ പോയി? ഏടേം പോയതല്ല. ഇഞ്ച അനിയൻ്റെ ഓള് പിന്നെ എടുത്തതാ. അനിയൻ്റെ ഓള് ഇഞ്ചോളെ കൊണ്ട് എടുപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇതാക്കിയതാ. അത് ഓളത നോക്കുന്നതാ. ഓളത് ഒളിഞ്ഞു നോക്കുന്നു ജന്തു. അമൃത എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടു. എന്ത് കള്ളത്തിയ മക്കളെ. എല്ലാ മോളെ ഇഞ്ഞല്ലേ പറഞ്ഞു കൊടുത്ത ഓളോടി അത് പുറത്തുണ്ടോ ഈ ആറിയിടാന്. ഓൾ എടുത്തുണ്ടോന്ന് ഞാൻ കണ്ടിക്കുന്നു കള്ളത്തി. ഒരു കോടി രൂപയുടെ നഷ്ടം. എന്റെ അമൃതേനെ നോക്കി ഇനി നഗമായിരിക്കും അല്ലടി. ഇഞ്ഞു അങ്ങനെ ആയിപ്പോട്ടെ. ഇതാണ് 1 കോടി ഉറുപ്പ്യ. എനക്ക് 1 കോടി ഇത്ര പൂജയുണ്ട് എന്ന് വരെ അറിഞ്ഞൂടാ. പൈസന്റെ ബല തിരിയാത്തോള്. ഓ വർഷേ, മഹാറാണിയുടെ കിരീടം എടുത്ത് വെച്ചോളൂ. മഹാറാണീന്റെ കിരീടല്ല എനിക്ക് വെച്ചിരുന്ന ഞാൻ. നല്ല ചത്ത കാക്കേന്റെ തോലെടുത്തിട്ട് തലയിൽ വെച്ചരിഞ്ച. ഇതേനാ ഓളിയോ ഇങ്ങനെ ഞെട്ടുന്നേ. അത് കകറുതോളി. ഓള് നല്ല വെടുപ്പാക്കിയിട്ട് ആറിയിട്ടല്ലേ. നിലത്തൊന്നും വീണ് പൊട്ടിക്കൊന്നുമില്ലാലോ. എന്നാ ഓളി ഒരു സമാധാനം ഇല്ലാലോ. ഹാർഡ് സ്കാരെങ്കിലും കഴുകുമോ? എന്റെ ജീവൻ എടുക്കാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അത് ശരി, അത് കവൂലല്ലേ. എനക്ക് അതേ തോന്നിക്കേനും. വർഷേന്റെ കളി കണ്ടേരേ എനിക്ക് തോന്നിക്കെന്തോ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന്. എന്റെ മക്കളെ. എല്ലാ മനെ ഇങ്ങനെ ഉണ്ടോ ഒരു അമ്മേനെ വിളിക്കല്? ഏശൊരു മയത്തിലെല്ലാം വിളിക്കണ്ട അമ്മേനെ. അപ്പാട് പേടിച്ചു പോയില്ലോള് ഊർമിള. എല്ലാം തന്നെ ഇത്ര വലിയ കാതിലെല്ലോ മാലയെല്ലാം ഇടുന്നുള്ളൂ എന്റെ ഊർമിള വാവാ. ഞാൻ പോകുന്നു. ബൈ ബൈ. ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറിയാ, വന്ന വഴി മറന്നുപോയി.